എപ്പിസോഡ് 1 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കഥാനായികയും നായകന്മാരൊക്കെ കൂടിയിരുന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി.വിയിൽ ഫിലിം കാണുകയാണ്. നമ്മുടെ നായിക കഥ പറയുന്നതിലൂടെയാണ് കേട്ടോ എപ്പിസോഡ് 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഇവൾ ഓരോരുത്തരെ പരിചയപ്പെടുത്താണ്. ഫസ്റ്റ് കാണിക്കുന്നത് ഞങ്ങളുടെ ഗ്യാങ്ങിലെ യോങ് ദോങ് യോങ് ആണ്. ഇവനെ നമുക്ക് സ്പെക്സുകാരൻ എന്ന് വിളിക്കാം, കാരണം ഓരോരുത്തരുടെ പേരും ആലോചിച്ചിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സെക്കൻഡ് ആളുടെ പേര് കിങ് ജോങ് ഹോൻ എന്നാണ്. നമുക്ക് ഇവനെ കിം എന്ന് വിളിക്കാം. ഇവന്റെ വീടും എൻ്റെ വീടും മുകളിലും താഴെയായിട്ടാണ്. ഇവനെ ഞാൻ ഡോഗ് എന്നാണ് വിളിക്കാറ്, കാരണം ഇവന് മനുഷ്യന്മാരുടേതായിട്ടുള്ള ഒരു സ്വഭാവം എന്നാണ് ഇവള് പറയുന്നത്. മൂന്നാമതായി പരിചയപ്പെടുത്തുന്നത് ടേക്കിനെയാണ്. ടേക്കിന്റെ വീട്ടിലാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ഫിലിം കാണുന്നത്. ഇവൻ ബാത്തോക്ക് എന്ന ഗെയിമിൽ ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള പ്ലെയർ ആണ്. പക്ഷെ ആ ഒരു ഗെയിം ഒഴിച്ചു നിർത്തിയ ബാക്കി എല്ലാ കാര്യത്തിലും ഇവൻ വളരെ ഒരു വലിയ ഇഡിയറ്റ് ആണ്. നാലാമതായിട്ട് പരിചയപ്പെടുത്തുന്നത് സുൻവോനെയാണ്. ഇവനാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലേതും ഈ ബ്ലോക്കിലെ തന്നെ നോർമൽ ആയിട്ടുള്ള കിഡ് എന്നൊക്കെ പറഞ്ഞ് നായിക അവസാനം അവളെ പരിചയപ്പെടുത്താണ്. ഇതാണ് ഞാൻ, 27 വർഷം മുന്നേ ഞാൻ ഇങ്ങനെയായിരുന്നു, എനിക്കന്ന് ഷോർട്ട് ഹെയർ ഒക്കെ ആയിരുന്നു എന്ന് ഇവൾ പറയുകയാണ്. അങ്ങനെ ക്ലോക്കിൽ 6 മണിയായി എന്നുള്ള ബെല്ലടിക്കുമ്പോൾ തൊട്ടടുത്ത വീടുകളിൽ നിന്നും എല്ലാവരുടെ അമ്മമാരെ അലമുറയിട്ടിട്ട് ഡിന്നർ കഴിക്കാൻ വിളിക്കുകയാണ്. അതായത് നമ്മൾ ഈ പണ്ട് കാലത്ത് അയൽവക്കത്തൊക്കെ പോയി TV കാണുമ്പോൾ ഫുഡിൻ്റെ ടൈം ആകുമ്പോൾ അമ്മമാർ വിളിക്കില്ലേ, അതേ ഒരു ഫീലിംഗ് തന്നെയാണ്. ഇവരെല്ലാവരും ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ടേക്കിനെ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വിളിക്കുന്നത് അവൻ്റെ അച്ഛനാണ്. സോ വീണ്ടും നമ്മുടെ നായികയുടെ വോയിസ് ആണ് കേൾക്കുന്നത്. അതായത് ഇതാണ് ഞങ്ങളുടെ ബ്ലോക്ക്, ഇവിടെയാണ് ഞങ്ങൾ ജനിച്ചതും വളർന്നതും തല്ലുകൂടിയതും അങ്ങനെയെല്ലാം. അന്ന് സ്മാർട്ട് ഫോണോ ഇൻ്റർനെറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ആലോചിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് അന്ന് സമയമൊക്കെ ചെലവഴിച്ചെന്ന് ആലോചിച്ച് അത്ഭുതപ്പെടുകയാണ് എന്ന് പറഞ്ഞ് ഇവിടെ വെച്ച് എപ്പിസോഡ് 1 സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി ഓരോരുത്തരുടെ വീടാണ് കാണിക്കുന്നത്. ഫസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ നായികയുടെ വീടാണ്. സോ നമ്മുടെ നായികയുടെ പേര് ദെക്സോൻ എന്നാണ്. നമുക്ക് ദെക്സോന എന്ന് വിളിക്കാം കേട്ടോ. ദെക്സോന ടേബിൾ ഒരുക്കി വെക്കുക എന്ന് അമ്മ പറയുകയാണ്. അങ്ങനെ അമ്മ സ്റ്റൗവിൽ ഈ റൈസ് കുക്ക് ചെയ്യുന്നതും അച്ഛൻ ജോലി കഴിഞ്ഞ് വരാൻ സമയമായതുകൊണ്ട് അച്ഛന് വേണ്ടി ഫുഡ് മാറ്റി വെക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ ദെക്സോനയുടെ ചേച്ചീനെ കാണിക്കുന്നുണ്ട്. ചേച്ചിയുടെ പേര് ബോറാന എന്നാണ്. ചേച്ചി മാത്സ് സ്റ്റുഡൻ്റ് ആണ്, അതും സോൾ യൂണിവേഴ്സിറ്റിയിൽ. അതായത് ഈ ബ്ലോക്കിലെ തന്നെ പഠിക്കാൻ മിടുക്കിയും അതുപോലെ ക്രേസി ബിച്ചും ഇവളാണെന്ന് പറഞ്ഞിട്ടാണ് സ്വന്തം ചേച്ചിയെ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ ദെക്സോനയ്ക്ക് ഒരു ചേച്ചിയും ഒരു അനിയനാണുള്ളത്. അനിയനെ കണ്ട നല്ല പ്രായം തോന്നിക്കുമെങ്കിലും അവനാകെ 17 വയസ്സായിട്ടുള്ളൂ. അവൻ എൻ്റെ താഴെയാണെന്ന് പറഞ്ഞിട്ടാണ് അനിയനെ പരിചയപ്പെടുത്തുന്നത്. അനിയനാണെങ്കിൽ അച്ഛനെ കൂട്ടിക്കൊണ്ടുവരാൻ പോവുകയാണ്. നെക്സ്റ്റ് കാണിക്കുന്നത് കിമ്മിൻ്റെ വീടാണ്. അതായത് ദെക്സോനയുടെ വീടിൽ നിന്ന് തികച്ചും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഈ വീട്ടിൽ കാണുന്നത്. അതായത് ഇവർ ടേബിളിലൊക്കെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അതുപോലെ അവിടെ ടെലിഫോൺ കാണുന്നുണ്ട്. അച്ഛൻ വരാൻ ലേറ്റ് ആവുമെന്നറിയുന്ന അമ്മ സെർവ് ചെയ്ത ഫുഡൊക്കെ അങ്ങ് മാറ്റി വെക്കുകയാണ്. അതുപോലെ ഗ്യാസ് കഴിഞ്ഞു എന്നറിയുന്ന ഇവർ ഗ്യാസ് വിളിച്ച് ബുക്ക് ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റൗവിലൊക്കെയാണ് ഇവർ കുക്ക് ചെയ്യുന്നത്. അതായത് ഇവർ കുറച്ച് ഹൈ ടീമാണ്. അപ്പോൾ ഗ്യാസ് കഴിഞ്ഞതുകൊണ്ട് റൈസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡൗൺ സ്റ്റെയറിൽ പോയിട്ട് ദെക്സോനയുടെ വീട്ടിൽ നിന്ന് ഒരു ബൗൾ റൈസ് വാങ്ങി കൊണ്ടുവരാൻ പറയുകയാണ് കിമ്മിൻ്റെ അമ്മ. പകരം ഒരു ഡിഷ് കിമ്മിൻ്റെ കയ്യിൽ കൊടുത്തു വിടുന്നുണ്ട്. റൈസ് വാങ്ങാൻ ദെക്സോനയുടെ വീട്ടിലെത്തുന്ന കിം ആണെങ്കിൽ അവിടെ പ്ലേറ്റ്സ് ഒക്കെ കഴുകിക്കൊണ്ടിരിക്കുന്ന ദെക്സോനന് ഒരൊറ്റ തട്ട് തട്ടാണ്. അതായത് തിളക്കം സിനിമയിലെ ദിലീപ് കാവ്യയുടെ അമ്മയെ തട്ടില്ലേ, അതുപോലൊരു തട്ട്. ദെക്സോനയുടെ അമ്മയാണെങ്കിൽ റൈസും കുറച്ച് കിംച്ചി കൂടി കൊടുക്കുന്നുണ്ട്. കിം ഈ റൈസും കിംച്ചി അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അമ്മ വീണ്ടും ഒരു ഡിഷ് എടുത്തിട്ട് ദെക്സോനയുടെ വീട്ടിലേക്ക് കൊടുത്തയക്കുകയാണ്. ഇവൻ ഇതും കൊണ്ടുപോകുന്ന സമയത്താണ് സുൻവോ കയറി വരുന്നത്. ആൻറ്റി അമ്മ അതൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്ന ഇവനെ നോക്കി കിം ആ ബാമോനെ ബാ കൊണ്ടുപോയി കൊടുക്ക് എന്നൊരു ആക്ഷൻ ഇടുകയാണ്. അതായത് ഇത് ഇവരുടെ സ്ഥിരം കലാപരിപാടിയാണ്. സുൻവോ കൊണ്ടുവന്ന ഫുഡിന് പകരം കിമ്മിൻ്റെ അമ്മ വേറൊരു ഫുഡ് ഇവൻ്റെ കയ്യിൽ കൊടുത്തു വിടുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. അതായത് ഒരു പാട്ടിലൂടെ ഈ എക്സ്ചേഞ്ച് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നിർത്തുന്നേ ഇല്ല. സോ ടേക്കിൻ്റെ വീട്ടിൽ വെറും 2 ഡിഷായിട്ട് ഇവർ ഫുഡ് കഴിക്കാതിരുന്ന ടേബിളിൽ ഇപ്പോൾ ഡിഷുകൾ കൊണ്ട് നിറയുകയാണ്. ഓർഡർ ചെയ്ത ഗ്യാസ് എത്തിയിട്ടും ഇവരുടെ എക്സ്ചേഞ്ച് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതൊരു കോമഡി രൂപേണ കാണിക്കുകയാണ് കേട്ടോ. 4 പേരും കൂടി കൂട്ടിമുട്ടുന്ന ടൈമിൽ കിം ആണെങ്കിൽ എന്നാൽ പിന്നെ എല്ലാവർക്കും കൂടി ഒരുമിച്ചങ്ങ് ഫുഡ് കഴിക്കിരുന്നൂടെ എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ദെക്സോനയുടെ അച്ഛൻ ജോലി കഴിഞ്ഞ് വരുന്നതാണ്. അങ്ങനെ TV വെച്ചിട്ട് ഇവർ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. അച്ഛനും ഇവളും അനിയനൊക്കെ കൂളായി പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ബോറോന പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. TV-യിലൂടെ ഐസ്ക്രീമിൻ്റെ പരസ്യം കാണുന്ന അച്ഛൻ 200 വോൺ ഉണ്ടായിരുന്നുള്ളൂ, ഇതിപ്പോൾ 300 വോണായോ, ഈ ക്യാഷ് ഉണ്ടെങ്കിൽ ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങാലോ എന്ന് പറയുമ്പോൾ ബ്രദർ സിഗരറ്റിൻ്റെ ഒരു പാക്കറ്റ് കിട്ടണമെങ്കിൽ 600 വോൺ കൊടുക്കണം എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന അച്ഛനാണെങ്കിൽ ഇവൻ ഇട്ടങ്ങ് തല്ലുകയാണ്. എടാ കുരുത്തം കെട്ടവനെ, നീ ഇപ്പോൾ സ്മോക്ക് ചെയ്യാൻ തുടങ്ങിയോ എന്ന് പറഞ്ഞ് ഇവൻ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയം അയ്യോ അച്ഛൻ എനിക്കല്ല ചേച്ചി പറഞ്ഞിട്ടാ വാങ്ങി കൊടുത്തേ എന്ന് ഇവൻ പറയുകയാണ്. ഇത് കേൾക്കുന്നത് പെട്ടെന്ന് അവിടെ അങ്ങ് സൈലൻ്റ് ആവുകയാണ്. ദെക്സോനയ്ക്കാണെങ്കിൽ ചിരിയൊക്കെ വരുന്നുണ്ട്. ചേച്ചിയാണെങ്കിൽ ഞാൻ എപ്പോൾ പറഞ്ഞു നീ വെറുതെ എൻ്റെ മേത്തേക്ക് കുറ്റിടല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി അങ്ങ് കൈ ഒഴിയാണ്. അവസാനം അടികൊള്ളുന്ന അനിയനാണെങ്കിൽ ഞാൻ തന്നെ വാങ്ങി, എന്താ ഇപ്പോൾ കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് എല്ലാ കുറ്റം ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ദെക്സോനയുടെ അമ്മ ഫുഡ് സെർവ് ചെയ്യുന്ന ടൈമിൽ റൈസിൻ്റെ കൂടെ കുറേ ഇലകളൊക്കെ ആയിരിക്കും കൊണ്ടുവന്ന് വെക്കുക. ഇത്രയും ഇല കഴിക്കാൻ ഞങ്ങൾ വല്ല ആടുമെന്നല്ല എന്നപ്പം അച്ഛനൊരു കമൻറ്റ് പറയുന്നുണ്ട്. അതുപോലെ അച്ഛന് സാലറി കിട്ടിയ ദിവസം ആയതുകൊണ്ട് തന്നെ അമ്മ അതൊക്കെ വാങ്ങി എണ്ണി നോക്കുകയാണ്. സോ അതിൽ കാശ് ഒരുപാട് കുറവുണ്ടായിരിക്കും. അതായത് ദെക്സോനയുടെ അച്ഛനൊരു പാവാണ്, ആരെയും അങ്ങ് പെട്ടെന്ന് കണ്ണടച്ച് വിശ്വസിക്കും. അതിൻ്റെ പേരിൽ ഒരുപാട് പണിയൊക്കെ കിട്ടിയിട്ട് കുറേ കടമൊക്കെ വാങ്ങി കൂട്ടിയിട്ടുണ്ട്. അതായത് റീസെൻ്റ് ആയിട്ട് ഒരു പാർട്ട്ണറെ
വിശ്വസിച്ച് കുറേ ക്യാഷൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. സോ ആ പാർട്ട്ണർ മുങ്ങി. അപ്പം അതിൻ്റെ ക്യാഷൊക്കെ ഇവരുടെ അച്ഛനാണ് അടച്ചുകൊണ്ടിരിക്കുന്നത്. സാലറി കിട്ടുന്ന ദിവസം ഈ അടി ഒരു പതിവാണ്. മക്കളുടെ ട്യൂഷൻ ഫീസ് അടച്ചിട്ടില്ല, അവർക്ക് മര്യാദയ്ക്ക് ഫുഡ് വാങ്ങി കൊടുക്കാൻ പറ്റുന്നില്ല, നിങ്ങളിങ്ങനെ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിച്ച് കുറേ കടങ്ങളൊക്കെ വരുത്തി വെച്ചോ എന്ന് പറയുന്ന ഭാര്യയോട് അതിനിപ്പോൾ എന്താ, നമ്മളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നില്ലേ, മാത്രമല്ല മക്കളൊക്കെ നല്ല പഠിക്കാൻ മിടുക്കരല്ലേ, എല്ലാം ശരിയാകുമെന്ന് അച്ഛൻ പറയുമ്പോൾ പിന്നെ മക്കളുടെ പഠിത്തത്തിൻ്റെ കാര്യമൊന്നും പറയണ്ട. ദെക്സോണയ്ക്ക് ആണെങ്കിൽ സ്കൂളിൽ 999 റാങ്ക്, മകനാണെങ്കിലോ 1000 റാങ്ക്. ഇത്രയും മന്ദബുദ്ധികൾക്കാണല്ലോ ഭഗവാനെ ഞാൻ ജന്മം കൊടുത്തത് എന്ന എല്ലാ അമ്മമാരുടെയും ക്ലീശ ഡയലോഗാണ് ഇവിടെ ദെക്സോനയുടെ അമ്മയും പറയുന്നത്. ഈ ടൈമിൽ ബോറാന എനിക്ക് പുതിയ സ്പെക്സ് വാങ്ങണമെന്ന് പറയുന്നത് കേൾക്കുന്ന അച്ഛൻ, 1 വർഷം മുന്നേ അത് മാറ്റിയത് എന്ന് ചോദിക്കുന്നു. അത് പറഞ്ഞാൽ പറ്റത്തില്ല, എൻ്റെ സൈറ്റൊക്കെ മാറി, എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല, നെക്സ്റ്റ് വീക്ക് എൻ്റെ ബർത്ത്ഡേ അല്ലേ, അന്ന് ഗിഫ്റ്റായിട്ട് തന്നാൽ മതി എന്ന് കേൾക്കുന്ന ദെക്സോന, പറ്റത്തില്ല, ഇപ്രാവശ്യമെങ്കിൽ എനിക്ക് എൻ്റെ ബർത്ത്ഡേ സെപ്പറേറ്റ് ആയിട്ട് ആഘോഷിക്കണം, ഇവളുടെ കൂടെ ആഘോഷിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അച്ഛനാണെങ്കിൽ എടി ചേച്ചിയുടെ ബർത്ത്ഡേ കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞാൽ നിൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ ഒരു കേക്ക് വാങ്ങി അങ്ങ് മുറിച്ചാൽ പോരെ. അങ്ങനെയുള്ള മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ടോക്കാണ് നടക്കുന്നത്. ചേച്ചിയാണെങ്കിൽ എനിക്ക് വാങ്ങിത്തരാൻ പറ്റൂ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ അനിയത്തി ഇടങ്കോലിടുകയാണ്. സോ ഇവർ തമ്മിൽ നല്ലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അച്ഛനാണെങ്കിൽ തേങ്ങാക്കൊല, ഒരു ദിവസമെങ്കിലും മനുഷ്യന് സമാധാനമായിട്ട് ഡിന്നർ കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച അലമുറ ഇടുകയാണ്. അതായത് ഇത് ഇവിടുത്തെ സ്ഥിരം പരിപാടിയാണ്. ഇതേ ടൈമിൽ നേരെ മുകളിൽ കിമ്മിൻ്റെ ഫാമിലി കാണിക്കുകയാണ്. അവിടെ ഭയങ്കര സൈലൻ്റ് ആയിരിക്കും, അവരച്ഛനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആളുടെ ഇൻട്രോ ഒക്കെ കാണിക്കുമ്പോൾ ഭയങ്കര ഗെറ്റപ്പിലാണെങ്കിലും ആളൊരു കോമഡി പീസാണ്. അതായത് ആൾ വന്നതിന് ശേഷം ഒരു അലമ്പ് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. അതായത് ഡാൻസ് മാസ്റ്റർ വിക്രമിനെ പോലെ ആൾക്കും ഒരു മാസ്റ്റർ സ്റ്റെപ്പൊക്കെ ഉണ്ട്. എന്നാൽ ഇതൊന്നും ഭാര്യയോ മക്കളോ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അവർ വേഗം ഫുഡൊക്കെ സെർവ് ചെയ്യാണ്. കിമ്മിൻ്റെ അടുത്തിരിക്കുന്നതാണ് കിമ്മിൻ്റെ ചേട്ടൻ. ആൾക്ക് 24 വയസ്സാണ്. 6 പ്രാവശ്യമായിട്ട് കോളേജിലേക്ക് എൻ്റർ ചെയ്യാനുള്ള എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ തോറ്റ് തുന്നം പാടിയിരിക്കുകയാണ്. ആൾ മറ്റെല്ലാ കാര്യത്തിലും ഇൻട്രസ്റ്റിംഗ് ആണ്, ഈ ഒരു പഠിത്തത്തിൽ ഒഴിച്ച്. ആൾ ബുക്കൊക്കെ ആയിട്ടാണ് ടേബിളിൽ ഇരിക്കുന്നത്. ഫുഡ് കഴിക്കുന്ന ടൈമിലാണെങ്കിൽ കിമ്മിൻ്റെ അമ്മ, അല്ല ഈ പിക്കറ്റ് ഗേളായിട്ട് എങ്ങനെ ദെക്സോനെ തിരഞ്ഞെടുത്ത്, അതിന് വല്ല എക്സാം ഉണ്ടായിരുന്നു, അല്ല അവൾ പഠിക്കാൻ അത്ര മിടിക്കൊന്നും അല്ലല്ലോ, പിന്നെ എങ്ങനെയാ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ കിം അറിയില്ല എന്നാണ് പറയുന്നത്. അതായത് കൊറിയയിൽ ഒരു ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നുണ്ട്. ഒളിമ്പിക്സിന്റെ സ്റ്റാർട്ടിംഗ് പരിപാടിയിൽ ഓരോ രാജ്യത്തിന്റെയും പേരൊക്കെ എഴുതിയിട്ടുള്ള സ്റ്റിക്ക് പിടിച്ച് ഒരുപാട് പെൺകുട്ടികളൊക്കെ നടക്കുന്ന ഒരു പരിപാടിയുണ്ട്. സോ അതിലേക്ക് ദെക്സോനയ്ക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് ഒളിമ്പിക്സ് കൊറിയയിൽ വെച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ കൊറിയത്തെ സ്കൂളിലത്തെ പെൺകുട്ടികൾക്കാണ് സെലക്ഷൻ കിട്ടിയിട്ടുള്ളത്. അതിനെ പറ്റിയിട്ടാണ് കിമ്മിന്റെ അമ്മ ഇങ്ങനെ പറയുന്നത്. ഈ ടൈമിൽ കിമ്മിന്റെ അച്ഛൻ ഈ ഡിഷ് സുൻവോന്റെ അമ്മ ഉണ്ടാക്കിയതാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് നേരത്തെ കാണിച്ച കലാപരിപാടി സ്ഥിരമായതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവരുടെയും ഫുഡിന്റെ ടേസ്റ്റ് അറിയാം. നെക്സ്റ്റ് കാണിക്കുന്നത് സുൻവോന്റെ വീടാണ്. സുൻവോ തന്റെ ലിറ്റിൽ സിസ്റ്ററുടെ അമ്മയുടെയും കൂടി ഇരുന്നിട്ടാണ് ഡിന്നർ കഴിക്കുന്നത്. സോ ഇവൻ അച്ഛനില്ല. സുൻവോന്റെ അമ്മയാണെങ്കിൽ, എടാ നമ്മുടെ ദെക്സോൻ ആകെ മേലി ഞങ്ങൾ ക്ഷീണിച്ചു പോയല്ലേ, പിക്കറ്റ് ഗേൾ ആയിട്ട് അവസരം കിട്ടിയതിന് ശേഷം അവൾ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്നത് കൊണ്ടായിരിക്കും എന്ന് അമ്മ പറയുമ്പോൾ സുൻവോ, അതായിരിക്കും, ഹൈസ്കൂളിൽ നിന്ന് 3 പേർക്ക് അതിനുള്ള ചാൻസ് കിട്ടിയിട്ടുള്ളൂ എന്നാണ് ഇവൻ പറയുന്നത്. അമ്മയാണെങ്കിൽ, എടാ അവൾ ഏത് രാജ്യത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് സുൻവോ, ഞാൻ അമ്മയോട് ഒരു പ്രാവശ്യം പറഞ്ഞതാണ്, ആ പേര് വായിൽ കൊള്ളില്ല, ഞാനും അതധികം കേട്ടിട്ടില്ല എന്നാണ് സുൻവോ പറയുന്നത്. ആക്ച്വലി അവൾ മഡഗാസ്കർ രാജ്യത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് സീൻ കാണുമ്പോൾ മനസ്സിലാവും. അതായത് മഡഗാസ്കർ എന്ന് എഴുതിയൊരു സ്റ്റിക്ക് പിടിച്ച് അവളുടെ റൂമിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാണ്. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റിക്ക് ചേച്ചിയുടെ തലയിൽ ചെറുതായിട്ടൊന്ന് കൊള്ളുന്നുണ്ട്. പിന്നെ ആ ബെഡ്റൂം ഒരു യുദ്ധക്കളായിട്ട് മാറുകയാണ്. ഒരൊറ്റ ഒളിമ്പിക്സ് കാരണം ഈ കൊറിയയിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെന്ന് നിനക്കറിയോ, നിനക്കൊരു ചാൻസ് കിട്ടിയപ്പോൾ അഹങ്കാരം കാണിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് ചേച്ചി ഇട്ട് അങ്ങ് തല്ലുകയാണ്. ചേച്ചിക്ക് ചെറിയൊരു കുശുമ്പില്ലാതില്ല. നെക്സ്റ്റ് ഡേ, അതായത് ഒളിമ്പിക്സിന് 8 ദിവസം മുന്നത്തെ ഒരു മോർണിംഗ് ആണ്. ടേക്കിന്റെ അച്ഛൻ മിറ്റടിച്ചു വാരുന്നതും സൊങ്വോ ആണെങ്കിൽ സ്കൂളിലേക്ക് പോകാൻ റെഡി ആവുകയാണ്. പോകുന്നതിന് മുന്നേ സുൻവോ അമ്മയോട് കുറച്ച് ക്യാഷ് ചോദിക്കുന്നുണ്ട്. അതായത് ഇവരുടെ ഹോം റൂം ടീച്ചറുടെ മാരേജ് ആണ്, സോ ഗിഫ്റ്റ് ചെയ്യാനാണ്. അമ്മയാണെങ്കിൽ ആ ടീച്ചറുടെ മാരേജ് ആണല്ലേ, അത് ഹിസ്റ്ററി മാഷ് തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്നാണ് സുൻവോ മറുപടി പറയുന്നത്. അവർ തമ്മിൽ ബ്രേക്കപ്പ് ആയതല്ലേ, ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടായതല്ലേ, പിന്നെ ഇപ്പം എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്ന അമ്മയോട്, അത് ടീച്ചർ പ്രഗ്നൻ്റ് ആയി എന്ന് സുൻവോ പറയുന്നത് കേട്ട് അമ്മ അങ്ങ് ചിരിക്കുകയാണ്. കോമഡി ആയിട്ടുണ്ടല്ലേ എന്നൊക്കെ പറയുന്ന അമ്മയോട്, അമ്മയ്ക്ക് ഇതല്ലേ സംഭവിച്ചത് എന്ന് മകൻ പറയുന്നത് കേട്ട് അമ്മ വേഗം ടോണ് മാറ്റാണ്. എത്ര രൂപയാണ് വേണ്ടേ എന്ന് ചോദിക്കുന്നു. സുൻവോ ആണെങ്കിൽ 1000 എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മടങ്ങുകയാണ്. ഇതേ സംഭവം തന്നെ കിമ്മിന്റെ വീട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷെ കിം ചോദിക്കുന്നത് 3000 രൂപയാണ്. അതേസമയം ദെക്സോനയുടെ വീട്ടിലാണെങ്കിൽ ചേച്ചിയും അനിയനും ഞങ്ങൾ പുഴുങ്ങി മുട്ട എടുക്കുക എന്നൊക്കെ പറയുകയാണ്. അമ്മ ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ 2 മുട്ട ഉണ്ടായിരിക്കുള്ളൂ. ഇതറിയാവുന്ന ദെക്സോന എനിക്ക് വേണ്ട, അവർക്ക് കൊടുത്തോ എന്ന് പറയുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഇത് വിഷമാവുന്നുണ്ട്. അമ്മയാണെങ്കിൽ ദെക്സോനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ മോള് ബീൻസ് കഴിക്കാതെ കഴിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങ് എടുത്തു കൊടുക്കുകയാണ്. അച്ഛനാണെങ്കിൽ, ഒളിമ്പിക്സിന്റെ ഭാഗമായിട്ട് നീ ക്ലാസ് ഒക്കെ കുറെ കട്ട് ചെയ്യുന്നില്ലേ, ഇങ്ങനെ ക്ലാസ് കട്ട് ചെയ്താൽ നിനക്ക് എങ്ങനെ കോളേജിൽ അഡ്മിഷൻ കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ 999 റാങ്കുള്ള ഇവൾക്ക് അല്ലെങ്കിൽ ഒരു കോളേജിലും കിട്ടാൻ പോകുന്നില്ല എന്നാണ് ചേച്ചി ഇടയിൽ കയറി പറയുന്നത്. അമ്മയാണെങ്കിൽ, ഒരാഴ്ച കൂടി
കഴിഞ്ഞാൽ എൻ്റെ മകളുടെ ഫേസ് ഇൻ്റർനാഷണൽ ചാനലിലൊക്കെ വരുമെന്ന് പറഞ്ഞ് ഇവളെ അങ്ങ് ചിയറപ്പിയാണ്. അച്ഛനാണെങ്കിൽ ജനിച്ചിപ്പോൾ എങ്ങനെയുണ്ടായിരുന്ന കൊച്ച, ഇപ്പം കണ്ടില്ലേ സ്മാർട്ടായി നല്ല വൃത്തിയൊക്കെ വെച്ചു എന്ന് പറയുമ്പോൾ ദെക്സോന അല്ലെങ്കിൽ ജനിക്കുമ്പോൾ അത്ര ഭംഗിയൊന്നുമില്ലാത്ത കുട്ടികൾ കുറച്ച് കഴിഞ്ഞ് നല്ല ഭംഗി വെക്കും, ജനിക്കുമ്പോൾ ഭംഗി ഉണ്ടായിരുന്ന കൊച്ചുങ്ങളാണെങ്കിലോ കുറച്ച് കഴിഞ്ഞ ഒരുമാതിരി ലുക്കായിരിക്കുമെന്ന് ചേച്ചിയെ നോക്കി കളിയാക്കി പറയുകയാണ്. ചേച്ചിയാണെങ്കിൽ അല്ല നിന്റെ ചുണ്ടിലെന്താ, അതെൻ്റെ ലിപ്സ്റ്റിക് അല്ലേ, നിന്നോട് മേക്കപ്പ് സാധനങ്ങൾ എൻ്റെ എടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ് ചൂടാകുമ്പോൾ അച്ഛനും അമ്മയും അനിയനൊക്കെ അങ്ങ് സൈലൻ്റ് ആവുകയാണ്. അതായത് എല്ലാവർക്കും ചേച്ചി നല്ല പേടിയാണ്. ചേച്ചിക്കാണെങ്കിൽ കുറച്ച് കുശുമ്പൊക്കെ ഉണ്ട്, കാരണം അച്ഛനും അമ്മയൊക്കെ കൂടി ഇരുന്ന് ഇപ്പോൾ ദെക്സോനെ അങ്ങ് പുകഴ്ത്തല്ലേ. ഇവളാണെങ്കിൽ ഇനി എടുക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. ഇതേ ആള് തന്നെ കുറച്ച് കഴിഞ്ഞ് റൂമിൽ പോയിട്ട് ചേച്ചിയുടെ ഈ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങ് വാരി പൊത്തുകയാണ്. മേക്കപ്പ് ചെയ്യാൻ വലിയ ധാരണയൊന്നും ദെക്സോനയ്ക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ പെറ്റത്തള്ള പോലും സഹിക്കാത്തൊരു മേക്കപ്പാണ് ചെയ്യുന്നത്. അതുപോലെ ഈ ഐലിനിയർക്ക് വേണ്ടിയിട്ട് ഇവൾ ചെയ്യുന്നത് ഈ തീപ്പെട്ടിക്കൊള്ളി എടുത്തിട്ട് കത്തിച്ചിട്ട് അതിൻ്റെ ആ ഒരു ചാരം വെച്ചിട്ടാണ് കേട്ടോ ഇവള് കണ്ണെഴുതാൻ നോക്കുന്നത്. അങ്ങനെ നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ബോയ്സിന്റെ സ്കൂളിലാണ്. അതായത് ഇവർ 3 പേരും ഒരേ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. സീനിയേഴ്സിന്റെ കൂടെ ഫുട്ബോൾ കളിക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ ഇവർ വേഗം ഫുഡ് കഴിക്കുന്നതാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ ദെക്സോനയുടെ സ്കൂളിൽ പിക്കറ്റ് ഗേൾസിനുള്ള പ്രാക്ടീസ് നടക്കുകയാണ്. ഇവളാണെങ്കിൽ ഇവളുടെ പ്രോപ്പർട്ടി ഒക്കെ പിടിച്ച് വളരെ കഷ്ടപ്പെട്ട എക്സ്പ്രഷൻ ഒക്കെ ഇട്ടിട്ടാണ് വരുന്നത്. ഇതേസമയം ബോയ്സിന്റെ ക്ലാസ്സിൽ ഇവർ ടീച്ചർക്ക് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി ക്യാഷ് ഒക്കെ പിരിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇവരുടെ ക്ലാസ്സിൽ ലീഡറായ മൈക്കിളിന്റെ കയ്യിലായിരുന്നു ക്യാഷ് ഒക്കെ ഉണ്ടായിരുന്നത്. ആള് വരുന്ന വഴിക്ക് ക്യാഷ് കുറെ ടീംസ് അടിച്ചു കൊണ്ടുപോയി എന്ന് പറയാണ്. സോ നീ എന്തിനാ ആ വഴിക്ക് വന്നതെന്നൊക്കെ ചോദിച്ച് ഇവർ ചൂടാകുന്നുണ്ട്. ഇവരുടെ കയ്യിൽ ഇപ്പോൾ ക്യാഷ് ഒന്നുമില്ല. ഈ സമയത്ത് സുൻവോ കിമ്മിനോട് എടാ നിന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടോ, സത്യം പറ, നീ നിന്റെ അമ്മയുടെ നിന്ന് എത്ര രൂപ വാങ്ങിയെന്ന് ചോദിക്കുകയാണ്. ഇവനാണെങ്കിൽ എൻ്റെ കയ്യിൽ ക്യാഷ് ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് നുണയാണെന്ന് ഇവർക്കറിയാം. ആ ടൈമിൽ തന്നെയാണ് സീനിയേഴ്സ് ഫുട്ബോൾ കളിക്കാൻ വിളിക്കാൻ വരുന്നത്. സുൻവോയും സ്പെക്സുകാരനാണെങ്കിൽ ഉടനെ തന്നെ അങ്ങ് വീണ് മറിയുകയാണ്. ഞങ്ങളില്ല എന്നുള്ള മട്ടിൽ. കിമ്മാണെങ്കിൽ ഇവരെ വിളിക്കുന്നുണ്ട്. സീനിയേഴ്സ് ആണെങ്കിൽ ഒന്ന് പെട്ടെന്ന് വാടേ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുകയാണ്. ഒരു നിവൃത്തിയില്ലാതെ കിമ്മ് എന്നാ പിടിക്കെന്ന് പറഞ്ഞിട്ട് അവൻ്റെ പേഴ്സിലുള്ള ബാക്കി ക്യാഷ് ഇട്ട് കൊടുക്കുകയാണ്. ഉടനെ തന്നെ സുൻവോയും സ്പെക്സുകാരനും എന്നാ വാ നമുക്ക് പോവാം എന്ന് പറയുകയാണ്. നെക്സ്റ്റ് സീനിൽ ഇവരുടെ 3 പേരുടെ അമ്മമാരിരുന്ന് പണി ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇവർക്ക് ഇപ്പോൾ വർത്താനൊക്കെ പറയാൻ ഒരു പ്രത്യേക സ്പോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഈ ടൈമിൽ സുൻവോൻ്റെ അമ്മ അയ്യോ 1000 രൂപയെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, 3000 രൂപ അവൻ പറഞ്ഞ് പറ്റിച്ചതാണെന്ന് പറയുമ്പോൾ കിമ്മിൻ്റെ അമ്മ അത് സാരില്ല, അവന് വല്ല ആവശ്യം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. സുൻവോൻ്റെ അമ്മയാണെങ്കിൽ അവരുടെ ഹോം റൂം ടീച്ചറുടെ കല്യാണമാണ്, കല്യാണം കഴിക്കുന്നത് ഹിസ്റ്ററി മാഷിനെയാണ്. അവർ തമ്മിൽ സീക്രട്ട് ഡേറ്റിംഗ് ഒക്കെ ആയിരുന്നു. അതാരാ കണ്ടുപിടിച്ചെന്നറിയോ, ഇവരുടെ ക്ലാസ്സിൽ ലീഡർ ആയിട്ടുള്ള മൈക്കിളാണ് എന്നൊക്കെ പറയുമ്പോൾ ഇതേ ക്ലാസ്സിൽ തന്നെയാണ് കിമ്മ് പഠിക്കുന്നത്. പക്ഷേ കിമ്മിൻ്റെ അമ്മയ്ക്ക് ഇതൊന്നും അറിയത്തില്ല, കാരണം കിമ്മിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അധികം സംസാരിക്കാത്ത ടൈപ്പാണ്. അപ്പോൾ സുൻവോൻ്റെ അമ്മ കിം ഇതൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ കിമ്മിൻ്റെ അമ്മയ്ക്ക് അതായത് മകൻ ഇതൊന്നും പറയാത്തതിന് വിഷമൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ മറച്ചിട്ട് മക്കളോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് അവർക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടാക്കുമെന്ന് പറയുകയാണ്. സുൻവോൻ്റെ അമ്മയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നതൊന്നല്ല, എൻ്റെ മകൻ എല്ലാം എന്നോട് വന്ന് പറയുമെന്നാണ് പറയുന്നത്. അതുപോലെ ഇവർ ഹസ്ബൻഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അതായത് ദെക്സോനയുടെ അമ്മ പറയുന്നത് ഇപ്പം മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, എല്ലാവരും കൂടി ഒരുമിച്ചൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ഭർത്താവായിട്ട് ടൈം ഒന്നും സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നില്ല എന്ന് പറയുകയാണ്. ഈ ടൈമിൽ മറ്റ് ലേഡീസ് പറയുന്നത് ഇന്ന് മക്കളെല്ലാവരും ക്ലാസ് കഴിഞ്ഞ് വരാൻ 11 മണിയാവില്ലേ, സോ ഇഷ്ടംപോലെ സമയമുണ്ടെന്നൊക്കെ പറഞ്ഞ് ദെക്സോനയുടെ അമ്മേനെ കളിയാക്കുകയാണ്. ആ ടൈമിൽ തന്നെയാണ് ദെക്സോനയുടെ അച്ഛൻ വരുന്നത്. ഇത് കാണുന്ന ഇവരെ നന്നായിട്ട് കളിയാക്കുന്നുണ്ട്. ദെക്സോനയുടെ അച്ഛനാണെങ്കിൽ ഇവരുടെ കളിയാക്കലും ചിരിയൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഇവരെന്തിനാണ് കിക്കി പറഞ്ഞ് ചിരിക്കുന്നത്, ഇവർക്ക് എന്താ പ്രാന്തുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ടേക്കിന്റെ അച്ഛനെയാണ്. ടേക്കിന്റെ അച്ഛൻ ഒരു വാച്ച് ഷോപ്പാണുള്ളത് കേട്ടോ. പണി കഴിഞ്ഞ് പോകാൻ നിൽക്കുന്ന ടൈമിലാണ് കിമ്മിന്റെ അച്ഛൻ വന്ന് ഓരോ കോമഡി പീസൊക്കെ കാണിക്കുന്നത്. ഇത് കാണുന്ന ടേക്കിന്റെ അച്ഛൻ വേഗം തന്നെ കർട്ടൻ ക്ലോസ് ചെയ്യാണ്. ഇത് കാണിക്കുന്നത് ബോയ്സിന്റെ ക്ലാസ്സിൽ ടീച്ചർ വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും വേഗം വീട്ടിലേക്കൊക്കെ ചെല്ലുമെന്ന് പറയുന്ന ടൈമിലാണ് പിള്ളേരെല്ലാവരും കൂടി സർപ്രൈസ് ആയിട്ട് ടീച്ചർക്ക് ആ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ടീച്ചർക്കാണെങ്കിൽ ആകെ നാണൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഇവർ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുകയാണ്. അതായത് ഇന്നത്തെ മാളൊക്കെ പോലെ. പക്ഷെ സുൻവോ അവരുടെ കൂടെ പോകുന്നില്ല, അവൻ നേരെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ സ്പെക്സുകാരനും കിമ്മും പോകുന്ന ടൈമിൽ കിമ്മ ഒന്ന് ചെറുതായിട്ട് യൂറിൻ പാസ് ചെയ്യാൻ പോകുന്നുണ്ട്. തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഇവൻ കാണുന്നത് സ്പെക്സുകാരനെ 2 ആൾക്കാർ കൂടിയിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നതാണ്. അതായത് നേരത്തെ പറഞ്ഞില്ലേ കുട്ടികളുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഒക്കെ തട്ടിയെടുക്കുന്ന ടീം അവർ തന്നെയാണ്. ഇത് മനസ്സിലാക്കുന്ന കിമ്മ് ഒരാളേനെ ഞാൻ തല്ലാം, ഒരാളേനെ അവൻ തല്ലും, പെട്ടെന്ന് തന്നെ തല്ലണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് പിന്നാലെ ഇങ്ങനെ പോവാണ്. പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കുന്ന സ്പെക്സുകാരൻ എടാ വാടാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ ഇത്രയും നേരം പ്ലാൻ ചെയ്ത കിം അങ്ങ് ഇല്ലാതെയാവുകയാണ്. അതായത് അവൻ്റെ ധൈര്യമൊക്കെ അങ്ങ് ചോർന്നു പോവുകയാണ്. അതേസമയം അമ്മമാരുടെ ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതായത് അവർ പതിവ് പോലെ അവരുടെ സ്പോട്ടിലിരുന്ന് വെജിറ്റബിൾസ് ഒക്കെ ക്ലീൻ ചെയ്യാണ്. ആ സമയത്ത് കിമ്മിൻ്റെ അച്ഛൻ വരുന്നുണ്ട്. കിമ്മിൻ്റെ അമ്മയ്ക്കാണെങ്കിൽ അച്ഛന് ഒരു പുല്ല് വിലയാണ്. അതായത് കിമ്മിൻ്റെ അച്ഛൻ മര്യാദയ്ക്ക് ജോലി ചെയ്യത്തില്ല, ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതേ ടൈമിൽ നമ്മുടെ സ്പെക്സുകാരനെയും കിമ്മിനെയും കൂട്ടിക്കൊണ്ടുപോയ ആൾക്കാർ ഞങ്ങൾക്ക് ടേബോക്ക് വാങ്ങാൻ കാശില്ല,
ഇല്ല, അതുകൊണ്ടാട്ടോ നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് എടുക്കുന്നത്, അല്ലാണ്ട് തട്ടിപ്പറിക്കൊന്നുമല്ലേ, സ്കൂളിലൊന്നും കംപ്ലൈൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ എന്ന് പറഞ്ഞ് മാക്സിമം ക്യാഷ് ഇവരുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന ടൈമിൽ ഇല്ല എന്ന് പറയുന്ന ഇവരോട് ഞങ്ങളെങ്ങാനും സെർച്ച് ചെയ്ത് കിട്ടിയ 10 ഇടി കൂടുതൽ തരുമെന്ന് ഇവർ പറയുകയാണ്. ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ പോകുന്ന ടൈമിൽ ഈ ഫ്രോഡുകൾ നിനക്ക് ഷൂസൊക്കെ ഒന്ന് ഊരിയെന്ന് പറഞ്ഞിട്ട് അതൊക്കെ സെർച്ച് ചെയ്യാണ്. ആ ടൈമിലാണ് കിം ഇട്ടിട്ടുണ്ടായിരിക്കുക കുറച്ചുകൂടി വില കൂടിയ ഷൂസ് ആയിരിക്കും കേട്ടോ. സോ ആ ഷൂസ് പോലും അവർ ഊരി വാങ്ങുകയാണ്. അതേസമയം സുൻവോയാണ് ആദ്യം വീട്ടിൽ തിരിച്ചെത്തുന്നത്. സുൻവോയുടെ അമ്മയാണെങ്കിൽ പ്രോഗ്രസ് റിപ്പോർട്ട് കാർഡ് കിട്ടിയില്ലേ, എങ്ങനെയുണ്ട് മാർക്ക് എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് കിമ്മിന്റെ അമ്മ ഇന്ന് റിപ്പോർട്ട് കിട്ടുമെന്ന് തന്നെ അറിയുന്നത്. കാരണം കിം അധികം സംസാരിക്കാത്ത ടൈപ്പാണല്ലോ. എക്സോനയുടെ അമ്മ ആർക്കാണ് ഫസ്റ്റ് എന്നൊക്കെ ചോദിക്കുമ്പോൾ സുൻവോയുടെ അമ്മ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. മകന്റെ കവിളിലെ ഒരു മുറിവ് കണ്ടിട്ട് ഇത് എങ്ങനെയാ പറ്റിയെന്നൊക്കെ ചോദിച്ച് ടെൻഷൻ അടിക്കുകയാണ്. അത് കുഴപ്പമൊന്നുമില്ല, ഒരു സ്ക്രാച്ചാന്ന് പറഞ്ഞ് മകൻ പോകുമ്പോൾ ഇവരാകെ ഇരുന്ന് ടെൻഷൻ അടിക്കുകയാണ്. അപ്പോൾ ഈ ലേഡീസ് ആണെങ്കിൽ അതൊന്നും കാര്യമില്ല, അവൻ നല്ല കുട്ടിയല്ലേ, അത് കളിക്കുന്ന സമയത്ത് വല്ലതും പറ്റിയതാവും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ ടൈമിലാണ് നമ്മുടെ മറ്റേ 2 ബോയ്സും കയറി വരുന്നത്. കിമ്മിനെ കാണുന്ന കിമ്മിന്റെ അമ്മ ആ മോനെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആള് ജസ്റ്റ് മുഖം കൊണ്ട് ഒരു ആക്ഷൻ ഇട്ടിട്ട് ഉള്ളിലേക്ക് കയറി പോവുകയാണ്. ഇത് കാണുന്ന ദെക്സോനയുടെ അമ്മ പെൺകുട്ടികളാ ഭേദം, പഠിക്കാൻ കുറച്ച് പിറകിലാണെങ്കിൽ എന്താ, പെൺകുട്ടികളാ ബെറ്റർ എന്ന് പറയുകയാണ്. ഇതേ ടൈമിൽ അച്ഛനെ വിളിക്കാൻ പോയ ദെക്സോനയുടെ അനിയൻ ഐസ്ക്രീം ഇരുന്ന് വെട്ടി വിഴുങ്ങുകയാണ്. ഇതാണ് നേരത്തെ സീനിൽ അച്ഛൻ ഐസ്ക്രീമിന്റെ വില കൂടിയതിനെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നത്. ഇത് കറക്റ്റായിട്ട് ദെക്സോനെ കണ്ടുവരുന്നുണ്ട്. ഓഹോ അതാണല്ലേ എല്ലാ ദിവസവും അച്ഛനെ വിളിക്കാൻ എനിക്ക് ഇത്ര ഇൻട്രസ്റ്റ്, എനിക്കും വേണം ഐസ്ക്രീം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുമ്പോൾ അച്ഛൻ ഇവൾക്ക് വാങ്ങി കൊടുക്കുന്ന ഒരു ഫാമിലി പാക്കാണ്. അല്ല അത് പിന്നെ നമ്മൾ മാത്രം കഴിച്ചാൽ പോരല്ലോ, അമ്മയ്ക്കും ചേച്ചിക്കും വാങ്ങി കൊടുക്കണ്ടേന്നാണ് അച്ഛൻ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. അനിയനാണെങ്കിൽ അല്ല ഇപ്പൊ പോയാൽ ശരിയാവില്ല, ആ 2 ലേഡീസ് അവിടെ ഉമ്മർത്തിരിക്കുന്നുണ്ടായിരിക്കും എന്ന് കേൾക്കുന്ന അച്ഛൻ തിരിച്ചു പോയിട്ട് ആ ബെഞ്ചിലിരിക്കുകയാണ്. വന്നിരിക്കും, 3 പേർക്ക് ഇത് കഴിച്ച് ഡിന്നർ ആകുമ്പോൾ തിരിച്ചു പോവാമെന്ന് പറയുകയാണ്.